കൊല്ലത്തും സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തുന്നു എന്ന വാർത്തയാണ്. 7ഓളം ബസ് ഉടമകൾ ജി ഫോം നൽകിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുന്നു. രാജ്കുമാർ, കൊല്ലത്തും സ്വകാര്യ ബസ്സുകൾ തങ്ങൾക്ക് ഇത് ലാഭകരമായി അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന അവസ്ഥ വന്നതോടെയാണോ സർവീസ് നിർത്തിവെക്കുന്നത്, ജി ഫോം നൽകിയത്? അതെ, ഒരു ഇരുണ്ട ആ ഒരു നാളിലേക്കുള്ള ഒരു സൂചനകളാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പം എൻ്റെ ഈ പിന്നിൽ കാണുന്ന KMS എന്ന് പറയുന്ന ആ ബസ്സിൻ്റെ ഉടമ അശ്വിനി കുമാർ തന്നെ, അദ്ദേഹത്തിന് ഈ മൊത്തം 3 ബസ്സല്ലേ, 4 ബസ്സിൽ 3 ബസ്സുകൾക്കാണ് 2 ബസ്സുകൾക്ക് ജി ഫോം നൽകി കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. നിങ്ങൾ ഈ ബസ് ഉടമകൾ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് ഒരുപാട് ജി ഫോം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത്രത്തോളം വന്നില്ല. എന്നാലും 7ഓളം ഉടമകൾ ജി ഫോം കൊടുത്തതായിട്ടാണ് ഇപ്പോൾ പ്രാഥമികമായി കിട്ടുന്നത്. ഞങ്ങൾക്ക് ഈ കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയും പത്തനംതിട്ട ജില്ലയും ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് നമുക്ക് ഈ പ്രിയദർശിനി സർവീസ് ഇറങ്ങിയതിൽ. കാരണം ഏറ്റവും കൂടുതൽ ചെയിൻ സർവീസുകളുള്ള റൂട്ടുകളാണ് കൊല്ലം കുളത്തൂപ്പുഴയും കൊട്ടിയാഞ്ചൽ, കൊല്ലം ചെങ്ങന്നൂർ ഇങ്ങനെയുള്ള റൂട്ടുകളിൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് നാമമാത്രമായ കളക്ഷനുള്ള റൂട്ടുകളാണ്. ഇത് 2500 രൂപ 3000 രൂപയ്ക്കകത്തുള്ള ബാലൻസ് മാത്രം ദിവസേന കിട്ടിക്കൊണ്ടിരിക്കുന്ന റൂട്ടുകളാണ്. അപ്പോൾ ഈ ബസ് നമ്മൾ അങ്ങോട്ട് 1000 1500 രൂപ കൊടുത്ത് ഓടിക്കേണ്ട ഒരു സാഹചര്യത്തിലെത്തിയപ്പോഴാണ് നമുക്കിത് ഓടിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഈ 2 ബസ് ഞാൻ കയറ്റിയിട്ടു. മറ്റ് ബസ്സുകൾ 700-800 രൂപ ബാലൻസിലാണ് ഇപ്പോൾ 2 ബസ് വേറെ ഓടുന്നത്. അപ്പോൾ ഇത് സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം, ഒരു പ്രതീക്ഷ ഉണ്ടോ? ഒരു പ്രതീക്ഷ ഇന്നലെ വരെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന ഞാൻ മീഡിയയിൽ കണ്ടു. മറ്റേതെങ്കിലും വരുമാന സ്രോതസ്സുകൾ നമ്മൾ തേടണമെന്ന്. ഈ ഒരു പബ്ലിക് സെക്ടറിലുള്ള ഈ ഒരു ഇതിൽ നമ്മൾ മറ്റ് ഒരു വരുമാനം ഇതുകൊണ്ട് നേടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. സ്കൂൾ ബസ്സോ കല്യാണ ഓട്ടത്തിന് വേണമെന്നായി അങ്ങനെയുള്ള ഓട്ടം നമുക്ക് ഇതിന് ടൂറിസ്റ്റ് ബസ്സിന് പോലും പോലെ. ഇപ്പം അതും KSRTCയുടെ ഉല്ലാസയാത്രാ വണ്ടികൾ അതിൻ്റെ വാടക കുറച്ച് കൊടുത്തു. നിങ്ങൾ ഈ ജി ഫോം കൊടുത്തു, ഇതിന് സർവീസ് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഈ വാഹനം നമ്മൾ സർക്കാരിന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈ സർക്കാരിന് ദിവസ വാടകയ്ക്കോ മാസ വാടകയ്ക്കോ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ഒരു വാടക, തുച്ഛമായ ഒരു വാടക തന്നാൽ നമ്മളിത് സർക്കാരിലേക്ക് കൊടുത്ത് ഓടിക്കാൻ നമുക്കൊരു വാടക കിട്ടിയാൽ മാത്രമേ നമുക്കും എൻ്റെ തൊഴിലാളിയേക്കും ജീവിക്കാൻ വേറെ മാർഗവുമില്ല. ശരത്ത്, ഇതൊരു ചെക്ക് കൂടിയാണ്. ഈ ബസ്സുകളിൽ ചെക്ക് വെക്കുന്നത് കണക്ക് ഇതാരാണോ ഇതുപോലെയുള്ള ഈ തീരുമാനങ്ങൾക്ക് കാരണമായി തീരുന്നത് അവർക്ക് തന്നെ ഈ ബസ് വിട്ടുകൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകളും മുന്നോട്ട് വെക്കുന്നത്. ശരി, കൊല്ലത്ത് നിന്ന് രാജ്കുമാറാണ് ഈ സാഹചര്യം ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചത്. ഏറ്റവും അധികം സ്വകാര്യ ബസ്സുകളുള്ള തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള പ്രശ്നമാണ് അവർ അവതരിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇടവേള.